ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ അട്രാക്റ്റീവ് ആയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഐ ക്യാച്ചിങ് ആയിരിക്കണമെങ്കിൽ നല്ല രീതിക്ക് ഡ്രസ്സ് ചെയ്താൽ മാത്രം പോരാ. നമ്മുടെ ഫേഷ്യൽ അട്രാക്ഷനും ലുക്കെല്ലാം നമ്മുടെ ഡ്രസ്സിന് ഈക്വൽ ആയിരിക്കണം. സോ നമ്മുടെ ഫേഷ്യൽ അട്രാക്ഷനും ലുക്സ് എല്ലാം ഇംപ്രൂവ് ചെയ്യുന്ന 6 സ്റ്റെപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ കയ്യിൽ റെഗുലറായി എത്തിച്ചേരുള്ളൂ. സ്റ്റെപ്പ് 1, ചൂസ് യുവർ ഹെയർ സ്റ്റൈൽ അക്കോർഡിംഗ് ടു യുവർ ഫേഷ്യൽ ഷേപ്പ്. ഇപ്പം നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഒരു ഹെയർ സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്യുന്നു, ആ ഹെയർ സ്റ്റൈൽ തന്നെ കീപ്പ് ചെയ്ത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് ആ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് സൂട്ട് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫേഷ്യൽ ഷേപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി. ഇപ്പം തന്നെ കുറേ ആപ്സും ഫിൽറ്റേഴ്സ് എല്ലാം അവൈലബിൾ ആണ് ഫേഷ്യൽ ഷേപ്പ് കണ്ടുപിടിക്കാനായിട്ട്. സോ അതിലേതെങ്കിലും ആപ്സോ ഫിൽറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങളുടെ ഫേഷ്യൽ ഷേപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റിയ ഒരു ഹെയർ സ്റ്റൈൽ സെലക്ട് ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ റൗണ്ട് ആൻഡ് പഫി ആയിട്ടുള്ള ഒരു ഫേസ് ഉള്ള ആൾ സൈഡെല്ലാം ലോങ് ആക്കി വളർത്തി, മുകളിലും ലോങ് ആക്കി വളർത്തി എന്ന് പറഞ്ഞാൽ അയാളുടെ ഫേസിനെ കുറച്ചുകൂടെ ഫാറ്റ് ആയിട്ട് കാണിക്കും. ഇപ്പോൾ ഭയങ്കര ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരാളുടെ ഫേസ് ഷേപ്പ് ഉള്ള ഒരാൾ സൈഡെല്ലാം ക്രോപ്പ് ചെയ്തിട്ട് ടോപ്പിൽ മാത്രം വെച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ ഫേസിന് അത് ലീനായി കാണിക്കും. സോ ഫേഷ്യൽ ഷേപ്പും ഹെയർ സ്റ്റൈലും തമ്മിൽ നല്ലൊരു ബന്ധം തന്നെയുണ്ട്. സ്റ്റെപ്പ് നമ്പർ 2, മെയിൻറ്റെയിനിങ് എ പ്രോപ്പർ സ്കിൻ കെയർ റൊട്ടീൻ. പെട്ടെന്ന് ഒരു ദിവസം പിമ്പിൾ വരുന്ന സമയത്ത് ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ടും അതിനായിട്ടുള്ള ക്രീംസ് എല്ലാം അപ്ലൈ ചെയ്യുന്നതിന് പകരം പ്രോപ്പറായിട്ട് ഒരു റൊട്ടീൻ കീപ്പ് ചെയ്യുക. രാവിലെ ഫേസ് വാഷ് ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ നൈറ്റും ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിന് അത് ഹെൽത്തി ആൻഡ് ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 3 ഈസ് ഇംപ്രൂവിങ് യുവർ ജോ ലൈൻ. നിങ്ങളുടെ ഫേസിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കി കാണിക്കുന്ന ഒരു ഫാക്ടറാണ് ജോ ലൈൻ. സോ ഇത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മ്യൂവിങ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ അപ്പർ മൗത്തിലേക്ക് പ്രഷർ, നാക്ക് കൊണ്ട് പ്രഷർ കൊടുത്ത് താഴെയുള്ള മസിൽസിന് ഒരു സ്ട്രെയിൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതേപോലെ സെക്കൻഡ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം, വാക്കിംഗ്, റണ്ണിങ്. ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുള്ള ഫാറ്റ് എല്ലാം പോയി നിങ്ങളുടെ എക്സസ് മസിൽസ് എല്ലാം ടൈറ്റൻ ചെയ്ത് ആ ബോണിനെ പ്രോമിനൻ്റ് ആയി കാണിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. സ്റ്റെപ്പ് നമ്പർ 4 ഈസ് ഇംപ്രൂവിങ് യുവർ സ്മൈൽ. ഇപ്പം നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ഇടയ്ക്ക് പോവുകയാണെങ്കിലോ ഇല്ലെങ്കിൽ അറിഞ്ഞ ഒരാളെ കാണുകയാണെങ്കിലോ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് സ്മൈലായിരിക്കും. സോ നിങ്ങളുടെ സ്മൈലിനും അട്രാക്റ്റീവ്നെസ്സിനും നല്ലൊരു കണക്ഷൻ തന്നെയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ടീത്ത് പ്രോപ്പർലി അലൈൻഡ് അല്ല, കുറേ ഗ്യാപ്സ് എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതേപോലെ ടീത്ത് വൈറ്റനിങ് എന്ന് പറയുന്നത് മെയിൻ ഫാക്ടറാണ്. അത് നിങ്ങളുടെ സ്മൈലിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് കാണിക്കും. സോ വീക്ക്ലി വൺസ് എങ്കിലും ഒരു ഹാഫ് ആൻ അവർ ടീത്തിനെ കെയർ ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റെപ്പ് നമ്പർ 5 ഈസ് പ്രോപ്പർ ഫേഷ്യൽ ഗ്രൂമിങ്. മാക്സിമം ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ഒരു ഭാഗത്തുള്ള ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയാക്കി റിമൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മുകളിലായിട്ട് റിമൂവ് ചെയ്യുന്നത്. സോ ഇത് പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആഡംസ് ആപ്പിളിൻ്റെ മുകളിൽ 2 വിരൽ വെച്ച് ആ വിരൽ എവിടെയാണോ അവസാനിക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ട്രിം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിയർഡിന് കുറച്ചുകൂടെ ഷേപ്പ് ഉള്ള പോലെ അത് ഫീൽ ചെയ്യിപ്പിക്കും. ഒരുപാട് താഴെയായി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസിന് അത് ഇലോങ്ങേറ്റഡ് ആയിട്ട് കാണിക്കും. അതേപോലെ ഒരുപാട് മുകളിലായാലും ചിലപ്പോൾ നിങ്ങളുടെ ഫേസിന് അത് ചെറുതായി കാണിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ്, ഫൈൻഡിങ് യുവർ ബെസ്റ്റ് ആംഗിൾ. ചിലപ്പോൾ ഈ സൈഡായിരിക്കും നിങ്ങളുടെ ഫേസ് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കുന്നത്, ചിലപ്പോൾ ഈ സൈഡായിരിക്കും നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ കാണാൻ നല്ല രസം ഉണ്ടാവുന്നത്. സോ നിങ്ങളുടെ ബെസ്റ്റ് ആംഗിൾ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള ഫാഷൻ ആൻഡ് ഗ്രൂമിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.